ഈ രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൻ്റെ ശേഷം ഗാന്ധി എന്ന് പറയുന്ന ഒരു ഫിഗർ, അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ, അദ്ദേഹം വളരെ പ്ലൂറലായിരുന്നു. ഒട്ടുമിക്ക വിഷയങ്ങളിലും അദ്ദേഹം വളരെ പ്ലൂറലായ ബഹുസ്വരമായ സമീപനം സ്വീകരിച്ച ആളാണ്. ഗാന്ധി ആദ്യം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഗാന്ധിയുടെ ചുവടുകൾ ആരംഭിക്കുന്നത് നോമ്പെടുക്കലിലൂടെയാണ്, ഉപവാസത്തിലൂടെയാണ്. അതിന് ഗാന്ധി പറയുന്ന കാര്യം, നമുക്കുള്ള കടങ്ങളൊക്കെ തീർക്കണം, ഇന്ത്യയിൽ ഹിന്ദു മുസൽമാനും തമ്മിൽ വിഭജിക്കാൻ പാടില്ല, അങ്ങനെ വിഭജിച്ചാൽ ഇന്ത്യ എന്ന അസ്തിത്വം ഉണ്ടാകില്ല. ഇന്ത്യയുടെ ചരിത്രം വായിക്കുന്ന ഒരാൾ ആ ചരിത്രത്തിൻ്റെ പ്രാഥമികമായ ഫണ്ടമെൻ്റൽ പാഠമായി സ്വീകരിക്കേണ്ടത് ഇതാണ്: ഇന്ത്യയിലെ മുസൽമാനും ഇന്ത്യയിലെ ഹൈന്ദവനും ഒരിക്കലും വിഭജിക്കാൻ പാടില്ല എന്ന ഗാന്ധിയുടെ ഏറ്റവും ശക്തമായ മതേതര അറിവ് നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിനുശേഷം ഗാന്ധി പലതായ പ്രസ്താവനകൾ ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. അതിലൊന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയുടെ ഔദ്യോഗികമായ ഭാഷ ഏതാണ്? ഗാന്ധിയോട് ചോദിക്കപ്പെട്ടൊരു ചോദ്യമാണ്. വിച്ച് ഈസ് ദ ഒതൻറ്റിക് ലാംഗ്വേജ് ഓഫ് ഇന്ത്യ? അതിന് ഗാന്ധി കൊടുത്ത മറുപടി, നമ്മൾ വളരെ പെട്ടെന്ന് ആ ചോദ്യത്തിൽ വളരെ വലിയ ഉള്ളടക്കമുണ്ട്. ഏതെങ്കിലും ഒരു ഭാഷയിലേക്ക് ഗാന്ധി ചൂണ്ടിപ്പറഞ്ഞാൽ അത് മറ്റു ഭാഷ ഉപയോഗിക്കുന്ന ആളെ പ്രകോപിപ്പിക്കും, സങ്കടപ്പെടുത്തും, അവരെ പിറകോട്ട് വലിക്കും. ഗാന്ധി വളരെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇന്ത്യയുടെ ഔദ്യോഗികമായ ഭാഷ അത് ഹിന്ദുസ്ഥാനിയാണെന്ന്. ഹിന്ദുസ്ഥാനിയാണ്. ഹിന്ദി സംസാരിക്കുന്നവനും ഉറുദു സംസാരിക്കുന്നവനും ഒരുപോലെ ഉപയോഗിക്കുന്ന ഹിന്ദുസ്ഥാനി. ഹിന്ദി ഉറുദു സമ്മിശ്ര സംസ്കാരങ്ങൾ ചേരുന്ന ഒന്നാണ് ഹിന്ദുസ്ഥാനി ഭാഷ. അത് ഇന്ത്യയുടെ ഔദ്യോഗികമായ ഭാഷയാണെന്ന് ഗാന്ധി പറയാണ്. കണ്ടോ, ഗാന്ധി വിഭജനത്തിന് ഇന്ത്യയെ വിട്ടുകൊടുക്കുന്നില്ല. ഗാന്ധി ടാഗോറിനെ കുറിച്ച് പറയുന്നൊരു പ്രസ്താവനയുണ്ട്. ടാഗോറിനെ പലപ്പോഴും നമ്മൾ കാണുന്നത് ഗീതാഞ്ജലിയുടെ എഴുത്തുകാരനായിട്ടാണ്. 1400 വരികൾ എഴുതിയിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഏഷ്യൻ വൻകരയിലേക്ക് ആദ്യമായി നോബൽ സമ്മാനം കൊണ്ടുവന്ന ആളാണ് രവീന്ദ്രനാഥ് ടാഗോർ. 1400 വരികളുണ്ട് ഗീതാഞ്ജലിയിൽ. പക്ഷേ ടാഗോർ എഴുതിയ ഒരു പ്രധാനപ്പെട്ട പുസ്തകം നാഷണലിസത്തിനെതിരാണ്. ആൻറ്റി നാഷണലിസം എന്ന തിയറി ഇന്ത്യയിൽ ഏറ്റവും ശക്തമായി അവതരിപ്പിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദേശീയത വേണ്ട, അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയിൽ ഉണ്ടായാൽ ഹിന്ദുവിന് ഹിന്ദുവിൻ്റെ ദേശീയത, മുസ്ലിമിന് മുസ്ലിമിൻ്റെ ദേശീയത, പാർസിക്ക് പാർസിയുടെ ദേശീയത, ബൗദ്ധന് ബൗദ്ധൻ്റെ ദേശീയത. അതുകൊണ്ട് ദേശീയത എന്ന സങ്കല്പത്തെ ഇല്ലാതെയാക്കുന്ന, നിർവീര്യമാക്കുന്ന, അതിൻ്റെ വേരെറുക്കുന്ന പ്രബുദ്ധമായ ഗ്രന്ഥം എഴുതിയ ആളാണ് രവീന്ദ്രനാഥ് ടാഗോർ. അതുകൊണ്ട് ഗാന്ധി ടാഗോറിനെ വിളിച്ചത്, ടാഗോർ ഇസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ ക്രിഡൻഷ്യൽസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സംസ്കാരങ്ങളുടെ, എല്ലാ സംസ്കാരങ്ങളുടെയും അതിൻ്റെ വസ്തുക്കളുടെയും അടയാളങ്ങളുടെയും കാവൽക്കാരനാണ് ടാഗോർ എന്ന് ഗാന്ധി പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ഈ ഇന്ത്യയെ സംഘപരിവാരം നിരന്തരമായി പല ഘട്ടങ്ങളിൽ വിഭജിച്ചു. രാജ്യത്തിൻ്റെ ചരിത്രം, രാജ്യത്തിൻ്റെ സംസ്കാരം, രാജ്യത്തിൻ്റെ സാഹിത്യം എല്ലാം വിഭജിച്ച് ഒരു ഏകശിലാത്മകമായ ഒരു അറിവിലേക്ക് അവർ അതിനെ കൊണ്ടുവരിക എന്നത് ഈ ലോകത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ നീതിയോട്, ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും ധാർമ്മിക വിരുദ്ധമായ സംരംഭവും അതിൻ്റെ പ്രവർത്തനവുമാണ് എന്ന് നാം തിരിച്ചറിയണം. ബ്രസീലിലെ മുഴുവൻ ഗ്രാമങ്ങളെയും മുഴുവൻ പാടശേഖരങ്ങളെയും വാങ്ങിയിട്ട് കാഡ്ബറീസ് ഭരിക്കുന്ന ഒരു ബ്രസീലിനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ എല്ലാ സമ്പത്തുകളെയും, അത് ഭക്ഷ്യവിഭവമാകട്ടെ, ചരിത്ര വിഭവമാകട്ടെ, വൈജ്ഞാനിക കേന്ദ്രങ്ങളാകട്ടെ, എല്ലാം. ഇപ്പോൾ ഗാന്ധി, നമുക്ക് ആലോചിച്ച് നോക്കൂ, ഇന്ത്യക്ക് പുറത്തു നിന്ന് ഇന്ത്യയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാമത്തെ നേതാവ് അത് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിയോട് രാഷ്ട്രീയമായി വിയോജിക്കുന്നവരും യോജിക്കുന്നവരും ഉണ്ടാവാം. പക്ഷേ ഇന്ത്യയെ പണിതുയർത്തുന്നതിൽ ആ മഹാമനീഷിയുടെ പങ്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രിൻ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയും മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു വ്യക്തിയും മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിയും മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിയെ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ചു. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും കളങ്കിതമായ അധ്യായത്തിന് തുടക്കം കുറിക്കുന്നൊരു സന്ദർഭമാണ് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിവെപ്പ് എന്ന് പറയുന്നത്. ഗാന്ധിയുടെ വിരിമാറിലേക്ക് വെടിചെല്ലുകയും ഗാന്ധി താഴെ വീഴുകയും ഗാന്ധി മരിക്കുകയും ചെയ്തു. ഗാന്ധിയുടെ നെഞ്ചിൽ നിന്ന് ചോരകൾ ധാരധാരയായിട്ട് താഴെ കൊഴുകി. ഈ വാർത്തയറിഞ്ഞുകൊണ്ട് അനുനിമിഷം കൊണ്ട് ഓടിയെത്തിയ മാധ്യമപ്രവർത്തകർ വീണുകിടക്കുന്ന ഗാന്ധിജിയുടെ ചിത്രമെടുത്തു. അവരത് ഗാന്ധി മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചു. ഇന്ന് ഗാന്ധി മ്യൂസിയം എന്ന് പറയുന്നത് ഗാന്ധിയെ അവതരിപ്പിക്കാനും ഗാന്ധിയുടെ ചരിത്രത്തെക്കുറിച്ച് അവതരിപ്പിക്കാനുമാണെങ്കിൽ ഇന്ന് ഗാന്ധി മ്യൂസിയത്തിൽ ഗാന്ധിയുടെ ചിത്രങ്ങളില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, രാജ്യം അതിൻ്റെ ചരിത്രത്തിൻ്റെ വിപരീത ദിശയിലേക്ക് ഒഴുകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്.
അതുകൊണ്ട് ഫാലിയസ് നരിമാൻ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രബുദ്ധരായ രാഷ്ട്രീയ പ്രവർത്തകരും അഡ്വക്കേറ്റുമാരും പറയുന്നത് പോലെ, നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ സംരക്ഷിക്കണം. ഈ രാജ്യത്തിൻ്റെ എഴുത്തുകാർ അവരുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ ആവേശത്തിൻ്റെ അലയൊളികൾ തീർക്കണം. അവർ എഴുതി വെച്ച ആശയങ്ങളെ നമ്മൾ ജ്വലിപ്പിച്ചു വെക്കണം. പുതിയ കൗമാര യൗവനങ്ങളുടെ സമകാലിക ദൗത്യമെന്ന് പറയുന്നത് അതാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജവഹർലാൽ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രഗത്ഭയായ ചരിത്ര പണ്ഡിതയാണ് റോമില താപ്പർ. ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് ആധികമായി ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന സുദീർഘമായ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് പുസ്തകമെഴുതിയ റോമില താപ്പറിൻ്റെ കാറ് വരുമ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കും. അത്ര ആഴമുണ്ട്. ഒരു സ്ത്രീ ഒരു കടലായി മാറുന്ന അനുഭവമാണ്. ഈ രാജ്യത്ത് റോമില താപ്പർ ഒരു വേദിയിലിരുന്നാൽ അവരോളം ആശയപരമായ കനമുള്ള, ചരിത്രപരമായ ആഴമുള്ള മറ്റൊരാളില്ല. അവരെ ഇല്ലാതെയാക്കിക്കൊണ്ടാണ് വേറെ ഒരു ഹിസ്റ്ററി കൗൺസിൽ ചെയർമാൻ ഇന്ത്യയുടെ ഹിസ്റ്ററി കൗൺസിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. നമ്മൾ ആലോചിക്കുക, റോമില താപ്പർ അതിനെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ ഇന്ത്യയുടെ ഫാസിസ്റ്റുകൾ അവരെക്കുറിച്ച് പറഞ്ഞത് അവർ ടെററിസ്റ്റാണ് എന്നാണ്. ഡൽഹിയിൽ വെച്ചുകൊണ്ട് താപ്പർ ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ എന്ത് ടെററിസ്റ്റാണെന്ന് ഇന്ത്യയുടെ ഭരണകൂടം എന്നോട് പറഞ്ഞു തരണം. അതിനവർ പറഞ്ഞത് റോമില താപ്പർ ഒരു അക്കാദമിക് ടെററിസ്റ്റാണെന്നാണ്. അക്കാദമിക് ടെററിസ്റ്റ് ലോകത്തിന് പരിചയമില്ലാത്ത ഒരു പദമാണത്. ലോകത്തെവിടെയും അങ്ങനെ ഒരു ടെററിസം ഇല്ല. എന്നാൽ റോമില താപ്പർ ഒരു അക്കാഡമിക് ടെററിസ്റ്റാണ് എന്ന് ഇന്ത്യയുടെ ഭരണകൂടം ആധികാരികമായി പറയുന്നു. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. രാമചന്ദ്ര ഗുഹയെ നമുക്ക് കേൾക്കാൻ കഴിയില്ല, KKN കുറുപ്പിനെ നമുക്ക് കേൾക്കാൻ കഴിയില്ല, റോമില താപ്പറെ നമുക്ക് കേൾക്കാൻ കഴിയില്ല, ബിപിൻ ചന്ദ്രയെ നമുക്ക് കേൾക്കാൻ കഴിയില്ല. ആധുനിക സെക്യുലർ ഹിസ്റ്റോറിയൻസിനെ മുഴുവൻ ഇല്ലാതെയാക്കി അവരെയെല്ലാം ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് ഭീകരവിധമാം കൂപ്പുകുത്തിയിട്ട്, മാത്രമല്ല കാരാഗൃഹത്തിൻ്റെ ഇരുണ്ടറകളിലേക്ക് കൊണ്ടുപോയി അവരെ അവിടെ തള്ളിവിട്ടുകൊണ്ട് ഭീകരത സൃഷ്ടിക്കുന്ന ഇന്ത്യൻ ക്യാമ്പസുകളെ ആധുനിക ഫാസിസം സൃഷ്ടിച്ചെടുക്കുമ്പോൾ അതിനെതിരെ പ്രബുദ്ധമായ, രാഷ്ട്രീയ പ്രബുദ്ധമായ, നയതന്ത്ര പ്രബുദ്ധമായ മനസ്സും രാഷ്ട്രീയവും നിലപാടും യുവസമൂഹത്തിന് ഉണ്ടാകണം. അതിലേക്ക് പ്രേരണയേകുന്ന ഒരു സദസ്സായി ഈ സദസ്സ് പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചുകൊണ്ട് ഈ സദസ്സിന് എൻ്റെ എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.